എൻ്റെ ഏറെ പ്രിയപ്പെട്ട HST സോഷ്യൽ സയൻസ് ഉദ്യോഗാർത്ഥികളെ, നമുക്ക് എക്കണോമിക്സിലെ മൊഡ്യൂളിൽ പറഞ്ഞിട്ടുള്ള ഒരു ഭാഗമാണ് പോവേർട്ടി എന്ന് പറയുന്ന ഒരു ഭാഗം. സോ പോവേർട്ടി എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ദാരിദ്ര്യം എന്നാണ് അതിൻ്റെ അർത്ഥം, അല്ലേ? പോവേർട്ടി എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് പോവേർട്ടി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എ പേഴ്സൺ ഹു ഇസ് നോട്ട് സാറ്റിസ്ഫൈഡ് ഹിസ് ബേസിക് നീഡ് വി കൺസിഡർ ഹി ഫെൽ ഇൻ പോവേർട്ടി. ഒരാൾ അയാളുടെ അടിസ്ഥാന ആവശ്യങ്ങളായിട്ടുള്ള ഭക്ഷണം, വസ്ത്രം, പാർപ്പിടം, അല്ലേ, ഫുഡ്, ക്ലോത്ത്, ഷെൽട്ടർ, ഈ 3 അടിസ്ഥാന ആവശ്യങ്ങളും നിറവേറ്റാൻ കഴിയില്ല എങ്കിൽ ഒരാളെ നമുക്ക് എന്തെന്ന് പറയാം? ദരിദ്രൻ എന്ന് പറയാം. സോ ദരിദ്രന് ഈ പറയുന്ന ബേസിക് നീഡ് സാറ്റിസ്ഫൈ ചെയ്യണമെങ്കിൽ എന്ത് വേണം? അയാൾക്ക് ഇൻകം വേണം. വരുമാനമുണ്ട് എങ്കിൽ ഉറപ്പായിട്ടും എന്ത് ചെയ്യാൻ പറ്റും? ഈ പറയുന്ന ബേസിക് നീഡ് സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റും. ഈ വ്യക്തിക്ക് ഇൻകം വേണമെങ്കിൽ ആ വ്യക്തിക്ക് എന്ത് വേണം? എംപ്ലോയ്മെന്റ് വേണം, അതായത് ജോലി വേണം, അല്ലേ? അപ്പൊ സ്വാഭാവികമായും എംപ്ലോയ്മെന്റ് ഉണ്ട് എങ്കിൽ ഇൻകം ഉണ്ട്, ഇൻകം ഉണ്ട് എങ്കിൽ പോവർട്ടി ഇല്ല. ഇനി നേരെ തിരിച്ചൊന്ന് നോക്കുക, എംപ്ലോയ്മെന്റ് ഇല്ല എങ്കിൽ ഇൻകം ഇല്ല, ഇൻകം ഇല്ല എങ്കിൽ അയാൾ എന്താണ്? പോവർട്ടിയാണ്. സോ വാട്ട് ഈസ് ദ മെയിൻ റീസൺ ബിഹൈൻഡ് പോവർട്ടി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റും, ഏറ്റവും പ്രധാനപ്പെട്ട ദാരിദ്ര്യത്തിന്റെ പ്രധാനപ്പെട്ട കാരണം ഏതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അൺഎംപ്ലോയ്മെന്റ് ആണ്. സോ അതുകൊണ്ട് തന്നെ 1947 ഓഗസ്റ്റ് 15 സ്വാതന്ത്ര്യം ലഭിച്ചു. 1951, 52 പൊതു തെരഞ്ഞെടുപ്പുകളിലൂടെ ഈ രാജ്യത്ത് അധികാരത്തിൽ വന്ന, ഈ രാജ്യത്ത് ക്ഷേമ പരിപാടികൾ നടത്തേണ്ടതിൽ അധികാരപ്പെട്ട ഗവൺമെന്റ്, ഇന്ത്യ ഗവൺമെന്റ് 1952 മുതൽ തന്നെ രാജ്യത്ത് സാമൂഹ്യക്ഷേമ പദ്ധതികൾ ആരംഭിച്ചു. സോ ദാരിദ്ര്യത്തിന്റെ പ്രധാന കാരണങ്ങളിൽ ഒന്നായ തൊഴിൽ നൽകിക്കൊണ്ട് ദാരിദ്ര്യം നിർമ്മാർജ്ജനം ചെയ്യുക എന്നത് മറ്റൊരു പ്രഖ്യാപിത ലക്ഷ്യമായിട്ട് ഗവൺമെന്റിന്റെ അടുത്ത് വന്നു. സോ അതുകൊണ്ട് തന്നെ 1977 ഏപ്രിൽ മാസം 1-ാം തീയതി, ഏപ്രിൽ 1-നോ ആഗസ്റ്റ് 15-നോ അല്ലെങ്കിൽ ഒക്ടോബർ 2-നോ ഒക്കെയാണ് നമ്മുടെ രാജ്യത്ത് സാമൂഹ്യക്ഷേമ പദ്ധതികൾ ആരംഭിക്കുന്നത്. സോ 1977 ഏപ്രിൽ മാസം 1-ാം തീയതി തൊഴിൽ നൽകുന്ന ഒരു പദ്ധതി 1977 ഏപ്രിൽ 1-ന് ആരംഭിക്കുന്നു. ആ പദ്ധതിയുടെ പേരാണ് ഫുഡ് ഫോർ വർക്ക് പ്രോഗ്രാം എന്ന് പറയുന്നത്. സോ ഫുഡ് ഫോർ വർക്ക് പ്രോഗ്രാം 1977 ഏപ്രിൽ മാസം 1-ാം തീയതിയാണ്. എന്നാൽ 1977 ഈ പദ്ധതി ആരംഭിക്കുമ്പോൾ ജനതാ ഗവൺമെന്റ് ആ പദ്ധതി ഭരിക്കുകയും ആ ജനതാ ഗവൺമെന്റ് 1980 അധികാരം നഷ്ടപ്പെടുകയും 1980 ഇന്ദിരാഗാന്ധിയുടെ നേതൃത്വത്തിലുള്ള ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ശക്തമായി തിരിച്ചു വരികയും ചെയ്തു. സ്വാഭാവികമായിട്ടും 1980 ഇന്ദിരാഗാന്ധി ഈ നാഷണൽ ഫുഡ് ഫോർ വർക്ക് പ്രോഗ്രാം എന്ന് പറയുന്ന ഒരു പദ്ധതിയെ പരിഷ്കരിച്ചുകൊണ്ട് 1980 ഒക്ടോബർ മാസം 2-ാം തീയതി നാഷണൽ റൂറൽ എംപ്ലോയ്മെന്റ് പ്രോഗ്രാം എന്ന് പറയുന്ന ഒരു പദ്ധതി ആരംഭിച്ചു. 10 ദശലക്ഷത്തിലേറെ തൊഴിൽ അവസരങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്ന, ഇന്ത്യ അന്ന് വരെ കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ തൊഴിൽദായക പദ്ധതിയായിട്ട് 1980 ഒക്ടോബർ മാസം 2-ാം തീയതി ആരംഭിച്ചത് NREP എന്ന പദ്ധതിയാണ്. സോ നാഷണൽ റൂറൽ എംപ്ലോയ്മെന്റ് പ്രോഗ്രാം എന്നാണ് ആ പദ്ധതിയുടെ പേര്. അത് 80 ഒക്ടോബർ മാസം 2-ാം തീയതിയാണ് ആരംഭിച്ചത്. ഏത് പഞ്ചവത്സര പദ്ധതിയിൽ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 6-ാം പഞ്ചവത്സര പദ്ധതി. ആര് ഇന്ത്യൻ പ്രധാനമന്ത്രി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ദിരാഗാന്ധി. ഇതിന്റെ ഒരുപാട് ക്യാരക്ടറിസ്റ്റിക്സ് നമുക്ക് പഠിക്കാനുണ്ട്, പക്ഷേ ഈ ക്ലാസ്സിൽ അത്രത്തോളം നമുക്ക് പറയാനുള്ള സമയമില്ലാത്തത് കൊണ്ടും ഈ സ്ട്രക്ചർ നമുക്ക് പഠിക്കേണ്ടതായിട്ടുള്ളത് കൊണ്ടുമാണ് പറയാത്തത്. സോ ആ 6-ാം പഞ്ചവത്സര പദ്ധതിയിൽ തന്നെ ഇന്ദിരാഗാന്ധിയുടെ കാലഘട്ടത്തിൽ തന്നെ 1983 ഓഗസ്റ്റ് മാസം 15-ാം തീയതി മറ്റൊരു പദ്ധതി ആരംഭിച്ചു. ആ പദ്ധതിയുടെ പേരാണ് RLEGP എന്ന് പറയുന്നത്. ആ പദ്ധതിയുടെയൊക്കെ പേരിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ഷോർട്ട് നെയിംസ് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ കിട്ടുന്നത് എന്താണോ അതാണ് ആ പദ്ധതി ലക്ഷ്യം വെക്കുന്നത് എന്നത് തന്നെ RLEGPയുടെ മുഖം മറ്റൊരു രീതിയിൽ നമുക്കാകുന്നു. സോ റൂറൽ ലാൻഡ്ലെസ് എംപ്ലോയ്മെന്റ് ഗ്യാരണ്ടി പ്രോഗ്രാം, റൂറൽ ലാൻഡ്ലെസ് എംപ്ലോയ്മെന്റ് ഗ്യാരണ്ടി പ്രോഗ്രാം, റൂറൽ ലാൻഡ്ലെസ് എംപ്ലോയ്മെന്റ് ഗ്യാരണ്ടി പ്രോഗ്രാം. അതായത് ഗ്രാമപ്രദേശങ്ങളിൽ തൊഴിലില്ലാത്ത ഭൂരഹിതരായിട്ടുള്ളവർക്ക് തൊഴിൽ പ്രൊവൈഡ് ചെയ്യുന്ന, 80 മുതൽ 90 ദിവസം വരെ തൊഴിൽ പ്രൊവൈഡ് ചെയ്യുന്ന
ഒരു പദ്ധതിയായിട്ട് 1983 ഓഗസ്റ്റ് 15 ആരംഭിച്ച പദ്ധതിയാണ് റൂറൽ ലാൻഡ്ലെസ് എംപ്ലോയ്മെന്റ് ഗ്യാരണ്ടി പ്രോഗ്രാം. ഗ്രാമങ്ങളിലെ ഭൂരഹിതരായിട്ടുള്ളവർക്ക് തൊഴിൽ ഉറപ്പ് നൽകുന്ന പദ്ധതിയാണ് ഈ പറയുന്ന റൂറൽ ലാൻഡ്ലെസ് എംപ്ലോയ്മെന്റ് ഗ്യാരണ്ടി പ്രോഗ്രാം. അപ്പോൾ 6ാം പഞ്ചവത്സര പദ്ധതിയിലാണ് ഈ ഫുഡ് ഫോർ വർക്ക് പ്രോഗ്രാമിന് ശേഷം NREPയും അതോടൊപ്പം തന്നെ RLEGPയും വരുന്നത്. ഈ NREPയും RLEGPയും കൂടി 1989 ഏപ്രിൽ മാസം 1-ാം തീയതി അന്ന് ഇന്ത്യൻ പ്രധാനമന്ത്രിയായിരുന്ന രാജീവ് ഗാന്ധി 7ാം പഞ്ചവത്സര പദ്ധതി കാലത്ത് ഇതിന്റെ രണ്ടിനെയും കൂടി ചേർത്ത് JRY ജവഹർ റോസ്ഗർ യോജന എന്ന പദ്ധതിയായിട്ട് ആരംഭിച്ചു. അപ്പോൾ JRY എന്ന് പറയുന്ന പദ്ധതി എന്ന് പറയുന്നത് ഇൻക്ലൂസീവ് പ്രോഗ്രാം, ഏതിൻ്റെയൊക്കെ NREPയുടെയും RLEGPയുടെയും ഒരു ഇൻ്റഗ്രേറ്റഡ് പ്രോഗ്രാമായിട്ട് JRY ജവഹർ റോസ്ഗർ യോജന എന്ന പദ്ധതി 1989 ഏപ്രിൽ മാസം 1-ാം തീയതി ആരംഭിക്കുന്നു. ആരംഭിക്കുന്നു? രാജീവ് ഗാന്ധി. സോ വാട്ട് ഈസ് ദ പർപ്പസ് ഓഫ് JRY? It provide guarantee wage employment to the people those who are living below poverty line in rural areas. ഗ്രാമപ്രദേശങ്ങളിൽ ദാരിദ്ര്യ രേഖയ്ക്ക് താഴെ താമസിക്കുന്ന ജനങ്ങൾക്ക് തൊഴിലുറപ്പ് നൽകുന്ന ഒരു പദ്ധതിയാണ് JRY എന്ന് പറയുന്ന ഒരു പദ്ധതി. പിന്നീട് അതിന് അസോസിയേറ്റഡ് ആയിട്ട് NRY എന്ന് പറയുന്ന ഒരു പദ്ധതി കൂടി ആരംഭിച്ചിരുന്നു. അത് അർബൻ ഏരിയാസിൽ എംപ്ലോയ്മെന്റ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു പദ്ധതിയാണ് ഏതെന്ന് പറയുന്നത് നെഹ്റു റോസ്ഗർ യോജന എന്ന് പറയുന്നത്. അപ്പോൾ ആദ്യമേ ഫുഡ് ഫോർ വർക്ക് പ്രോഗ്രാം, അത് NREP ആകുന്നു. അതിൻ്റെ കൂടെ RLEGP ചേർന്ന് JRY ആകുന്നു. ഇനി ഈ JRY എന്ന് പറയുന്ന പദ്ധതി രാജ്യത്ത് ശക്തമായ രീതിയിൽ ആരംഭിച്ചു, നടത്തിക്കൊണ്ടുവന്നു. അങ്ങനെ ഇരിക്കവെയാണ് 1999 ഈ JRY എന്ന് പറയുന്ന പദ്ധതിയെ കുറച്ചുകൂടി പരിഷ്കരിച്ചുകൊണ്ട് ജവഹർ ഗ്രാമ സമൃദ്ധി യോജന എന്ന പദ്ധതിയാക്കി മാറ്റുന്നത്. അപ്പോൾ JRY എന്ന് പറയുന്ന പദ്ധതി ജവഹർ ഗ്രാമ സമൃദ്ധി യോജനയായിട്ട് മാറുന്നു 1999 ഏപ്രിൽ മാസം 1-ാം തീയതി. അപ്പോൾ JRYയെ അതിന്റെ പരിഷ്കരിച്ച രൂപമായിട്ട് ജവഹർ ഗ്രാമ സമൃദ്ധി യോജന എന്ന് പറയുന്ന ഒരു പദ്ധതി, JGSY എന്ന് പറയുന്ന ഒരു പദ്ധതിയായിട്ട് 1999 ഏപ്രിൽ 1-ന് ആരംഭിച്ചു. ഗ്രാമങ്ങളിലെ സമ്പൂർണ്ണ വികസനം ലക്ഷ്യമിട്ട് ആ വികസനത്തിന് ആവശ്യമായിട്ടുള്ള തൊഴിലാളികളെ ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ളവരിൽ നിന്നും എടുത്തുകൊണ്ട് സജ്ജമാക്കുന്ന ഒരു പദ്ധതിയായിട്ടാണ് ജവഹർ ഗ്രാമ സമൃദ്ധി യോജന ആരംഭിച്ചത്. പക്ഷേ വിജയിച്ചില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അപ്പോൾ ആദ്യമേ ഫുഡ് ഫോർ വർക്ക് പ്രോഗ്രാം അത് NREP ആകുന്നു. NREPയുടെ കൂടെ RLEGP ചേർന്ന് JRY ആകുന്നു. JRY ജവഹർ ഗ്രാമ സമൃദ്ധി യോജന ആകുന്നു. 8ാം പഞ്ചവത്സര പദ്ധതിയിൽ നമ്മുടെ രാജ്യത്ത് ആരംഭിച്ച മറ്റൊരു പദ്ധതിയായിരുന്നു എംപ്ലോയ്മെന്റ് അഷുറൻസ് സ്കീം എന്ന് പറയുന്ന ഒരു പദ്ധതി. എംപ്ലോയ്മെന്റ് അഷുറൻസ് സ്കീം എന്ന് പറയുന്ന ഒരു പദ്ധതി 1993 ഒക്ടോബർ മാസം 2-ാം തീയതി ആരംഭിച്ചൊരു പദ്ധതിയായിരുന്നു. ഈ പദ്ധതിയും ജവഹർ ഗ്രാമ സമൃദ്ധി യോജന അത് 1999 ആരംഭിച്ചതാണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. എന്തിന്റെ? JRYയുടെ പരിഷ്കരിച്ചത് അല്ലേ? അപ്പോൾ 1999 ജവഹർ ഗ്രാമ സമൃദ്ധി യോജന എന്ന് പറയുന്ന പദ്ധതിയും 93 ആരംഭിച്ച എംപ്ലോയ്മെന്റ് അഷുറൻസ് സ്കീം എന്ന് പറയുന്ന ഒരു പദ്ധതിയും കൂടി ചേർന്നുകൊണ്ട് 2001 സെപ്റ്റംബർ 25 ദീൻ ദയാൽ ഉപാധ്യായ അന്ത്യോദയ യോജന എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ട്. ദീൻ ദയാൽ ഉപാധ്യായയുടെ ജന്മദിനമായ ഇന്ത്യയിൽ അന്ത്യോദയ ദിനമായി ആചരിക്കുന്ന സെപ്റ്റംബർ 25 സമ്പൂർണ്ണ ഗ്രാമീൺ റോസ്ഗർ യോജന എന്ന പദ്ധതി. എന്താണ് പേര്? സമ്പൂർണ്ണ ഗ്രാമീൺ റോസ്ഗർ യോജന. സമ്പൂർണ്ണ ഗ്രാമീൺ റോസ്ഗർ യോജന എന്ന് പറയുന്ന ഒരു പദ്ധതി 2001 സെപ്റ്റംബർ മാസം 25-ാം തീയതി ആരംഭിക്കുന്നു. എന്തൊക്കെ ചേർന്നാണ്? 1 EASഉം 2 JGSYയും. ജവഹർ ഗ്രാമ സമൃദ്ധി യോജനയും എംപ്ലോയ്മെന്റ് അഷുറൻസ് സ്കീമും കൂടി ചേർത്തുകൊണ്ട് സമ്പൂർണ്ണ ഗ്രാമീൺ റോസ്ഗർ യോജന എന്ന് പറയുന്ന പദ്ധതി 2001 സെപ്റ്റംബർ മാസം 25-ാം തീയതി ആരംഭിക്കുന്നു. അങ്ങനെ ഇരിക്കവെയാണ് 2004 ഒരു പദ്ധതി ആരംഭിക്കുന്നത്, നാഷണൽ ഫുഡ് ഫോർ വർക്ക് പ്രോഗ്രാം എന്ന് പറയുന്ന ഒരു പദ്ധതി. ഇവിടെ സമ്പൂർണ്ണ ഗ്രാമീൺ റോസ്ഗർ യോജനയൊക്കെ ഈ ഗവൺമെന്റ് 3 ടയർ സിസ്റ്റത്തിലൂടെയൊക്കെ നടത്താനാണ് ഉദ്ദേശിച്ചത്. അത് പഞ്ചായത്ത് ലെവലും മുനിസിപ്പൽ ലെവലും ജില്ലാ ലെവലിലും ഒക്കെ ആയിരുന്നു അത് നടപ്പിലാക്കാൻ ഉദ്ദേശിച്ചത്. ബ്ലോക്ക് ലെവലിലും ഒക്കെ ആയിരുന്നു നടപ്പിലാക്കാൻ ഉദ്ദേശിച്ചത്. അതിനെയൊക്കെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ക്ലാസ്സുകളിൽ പഠിക്കുന്നുണ്ട്. പക്ഷേ ഈ ഒരു സ്ട്രക്ചർ മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ ഒരു രൂപത്തിൽ ഈ ഒരു സ്കെൽറ്റൻ സിസ്റ്റം പോലെ ഇത് തയ്യാറാക്കിയത്. ഓക്കെ, സോ ഇവിടെ നോക്കുക, 2004 നാഷണൽ ഫുഡ് ഫോർ വർക്ക് പ്രോഗ്രാം എന്ന് പറയുന്ന ഒരു പദ്ധതി ഏകദേശം 150 ജില്ലകൾ, മോസ്റ്റ് ബാക്ക്വേർഡ് ആയിട്ടുള്ള 150 ജില്ലകൾ സെലക്ട് ചെയ്ത് അവിടുത്തെ ജില്ലാ
കളക്ടറെ നോഡൽ ഓഫീസറായിട്ട് വെച്ചുകൊണ്ടുള്ള ഒരു പദ്ധതിയാണ് നാഷണൽ ഫുഡ് ഫോർ വർക്ക് പ്രോഗ്രാം. ആ നാഷണൽ ഫുഡ് ഫോർ വർക്ക് പ്രോഗ്രാം 2004 നവംബർ 14 ആരംഭിച്ചിരുന്നു. 2004 നവംബർ 14 ആരംഭിച്ച നാഷണൽ ഫുഡ് ഫോർ വർക്ക് പ്രോഗ്രാമും സമ്പൂർണ്ണ ഗ്രാമീൺ റോസ്ഗർ യോജനയും കൂടി ചേർന്ന് 2005 ഇന്ത്യൻ പാർലമെന്റിൽ ഒരു നിയമം പാസാക്കുന്നു. അതാണ് നാഷണൽ റൂറൽ എംപ്ലോയ്മെന്റ് ഗ്യാരണ്ടി ആക്ട്, ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് നിയമം. ഇപ്പോൾ നമ്മൾ പറയുന്ന മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി ആദ്യമേ ഫുഡ് ഫോർ വർക്ക് പ്രോഗ്രാം ആയിരുന്നു. അത് NREP ആയി. അതിൻ്റെ കൂടെ RLEGP ചേർന്നുകൊണ്ട് JRY ആയി. JRY JGSY ആയി. JGSYയുടെ ES കൂടി ചേർന്നുകൊണ്ട് സമ്പൂർണ്ണ ഗ്രാമീൺ റോസ്ഗർ യോജനയായി. അതിൻ്റെ കൂടെ നാഷണൽ ഫുഡ് ഫോർ വർക്ക് പ്രോഗ്രാമും കൂടി ചേർന്നുകൊണ്ട് നാഷണൽ റൂറൽ എംപ്ലോയ്മെന്റ് ഗ്യാരണ്ടി ആക്ട്. ഓക്കെ, അപ്പോൾ സ്വാഭാവികമായിട്ടും ഇതാണ് നമ്മുടെ സ്ട്രക്ചർ. ഈ സ്ട്രക്ചർ പഠിച്ചു വെക്കുക. ഇതൊക്കെ നമ്മുടെ HSA ഉദ്യോഗാർത്ഥികൾ കൃത്യമായും പഠിച്ചു കഴിഞ്ഞതാണ്. അവർക്ക് അതിനുവേണ്ടിയുള്ള ആധികാരിക പദ്ധതികൾ നമുക്ക് ഇതുവരെയും കൊടുക്കാൻ കഴിഞ്ഞു. കാവ്യ മിസ്സും ഞാനും ഒക്കെ കൂടിയാണ് പോവർട്ടിയും അൺഎംപ്ലോയ്മെന്റും ഒക്കെ എടുക്കുന്നത്. സോ എത്രയും വേഗം ബാച്ചിൽ ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക. ലെറ്റ് വി മീറ്റ് അഗൈൻ.